ഗൈസ്, അപ്പം നമ്മൾ ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ഹോട്ടലിലാട്ടോ വന്നേക്കുന്നത്. ശ്രീ ഗണപതി മിലിറ്ററി ഹോട്ടൽ. ചെറിയ കടയാണെങ്കിലും സംഭവം എങ്ങനെയാണ് നമുക്ക് കഴിച്ചു നോക്കാം. അപ്പം ഇതിന്റെ ലൊക്കേഷനൊക്കെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ബാ ബാ. சிக்கன் போடலாம். ஆக்சுவலா ஸ்குவிட் இருக்கும். இந்த சீசன்ல ஸ்குவிட் போடுவோம். நம்ம இன்னும் ஸ்பெஷல் இது மட்டன் பொரிக்கிறேன்னு சொல்லுவோம். அது போடுவோம். பொரிக்க ரெடி ஆயிட்டு இருக்கு. அது ஒரு 1 hour ஆகும். ரெடி ஆகும். ഫ്രൈ ഇരിക്കാ. ചിക്കൻ ഫ്രൈ കൊടുங்க. സർവേ ചെയ്യുക. ഗയ്സ്, എന്റെ കണ്ണാടി പൊട്ടിപ്പോയി. എന്റെ വ്യക്തിമുദ്രയിലല്ലോ എന്റെ തെളിവിനായി ഞാൻ വന്നതിന്റെ ഒരു അംശം ഞാൻ ആ സ്നോ ഇട്ടിട്ടാണ് വന്നത്. ചെറിയ കടയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ കേട്ടോ. 74 വർഷമായിട്ട് ഇവർക്ക് ഇവിടെ തുടങ്ങിയിട്ട് അല്ല, ഈ ജനുവരിയിലാണോ 75 വർഷം ഇനി വരുന്നത്. കൊള്ളാം ആക്ച്വലി. ശ്രീ ഗണപതി മിലിറ്ററി ഹോട്ടൽ. അതെന്താ ഇവിടെ മിലിറ്ററി ആണോ? ഗൈസ്, ഇതാണ് മെനു. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ മെനു അനുസരിച്ച് വേണം ബുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡിഷ് വന്നിട്ടുണ്ട് പ്രോൺസ് ഹാഫ് ബോയിൽഡ് ദോശ. നല്ല ഇലക്കകത്തൊക്കെ കേട്ടോ. കഴിച്ചു നോക്കാം. എങ്ങനെ ഫുഡ്? പ്രോൺസ് ഹാഫ് ബോയിൽഡ് ദോശ. ഇത് കഴിക്കേണ്ട എങ്ങനെയാണെന്നറിയോ? ദോശ ഇച്ചിരി എടുക്കുക, പ്രോൺസ് ഒക്കെ എടുക്കുക, എന്നിട്ട് ഇതിനകത്ത് മുട്ട ഉണ്ടായിരുന്നു. ഇതെന്തത്? നമ്മളിത് കഴിക്കേണ്ടത് ദോശ എടുക്കുക, ഇച്ചിരി ചെമ്മീൻ്റെ ഇതെടുക്കുക, പിന്നെ ഇട്ടിളക്കുക. ഗൈസ്, ഇവിടെ വരുന്നതിന് മുന്നേ ജിത്തു ഇതെല്ലാം നോക്കിയപ്പോഴത്തേക്കും കണ്ടതാണ് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിലെ മറ്റേ ഇർഫാൻ വ്ളോഗ്സ് അല്ലേ, ആ പുള്ളിയുടെ കണ്ട വീഡിയോ ആണ്. ഇതൊക്കെ നല്ല ഫുഡാട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഈ കട ഇറങ്ങുന്നത്. ഇത് മട്ടൺ ലെഗ്, ഇത് ബ്ലഡോ? മട്ടൺ ബ്ലഡോ? ചോര കട്ട പിടിച്ചാണോ തിന്നുന്നത്? ഇത് ഇതെന്തുവാ? ഇതെന്തുവാ? ചിക്കൻ കറി ദോശ. നീ ഇഷ്ടപ്പെട്ടോ? നീ കഴിച്ചോ? എന്താ ചിക്കൻ ബ്ലഡോ? മട്ടൺ ബ്ലഡ്. നിനക്ക് ഇഷ്ടപ്പെട്ടോ ഷർബി? ഇഷ്ടപ്പെട്ടില്ലേ? മട്ടൺ ഇഷ്ടപ്പെട്ടോ? കഴിച്ചു നോക്കില്ല. അത് ഇഷ്ടപ്പെട്ടില്ല. ഏത്? ബ്ലഡ് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി കഴിച്ചു. ഞാനും കഴിച്ചിട്ടില്ല. ചേട്ടന് ഇഷ്ടപ്പെട്ടു അത്. ഇത് മട്ടന്റെ കാൽ എങ്ങനെയുണ്ട്? ഓക്കെ. ഏതെല്ലാം കഴിക്കണേ? ഇവിടുത്തെ ടേബിൾ മൊത്തം സ്പെഷ്യലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, ഇവർ കഴിക്കുന്നുണ്ട്. ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല. മട്ടൻ ഞാൻ കഴിക്കാറില്ല. മട്ടൻ ബ്ലഡ് മട്ടൻ്റെ അത് ഞാൻ കഴിക്കാറില്ല. എനിക്ക് ആകെ പ്രതീക്ഷയുള്ള ഈ ചിക്കൻ 65 ഞാൻ ഇതേ തിന്നുള്ളൂ. ഓക്കെ, കൊള്ളാം കൊള്ളാം. ഇതാണ് ഗൈസ് ചിക്കൻ ലാബ. ഇത് പൊറോട്ടയാണ്. ഗൈസ്, പൊറോട്ട വെച്ചിട്ടുള്ള ഒരു സ്റ്റഫിങ് ആട്ടോ. കൊള്ളാവോ? എന്തായാലും ഒന്നും മനസ്സിലായി. ബില്ലൊക്കെ നല്ല അപാരമായിരിക്കും. ഗൈസ്, അങ്ങനെ ഫൈനലി ഷർബിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എത്തി. ഗൈസ്, നമ്മൾ ചോദിക്കുന്ന സാധനം ബില്ല് ജൂബിലി എല്ലാവരും 1330. ചേട്ടാ, അപ്പൊ ഈ മിലിറ്ററി എങ്ങനെയാ പേര് വന്നേ? ശ്രീ ഗണപതി മിലിറ്ററി. ബിഫോർ வந்து 75 years back வெஜிடேரியன் நான்வெஜ் சொல்ல மாட்டாங்க. ஸோ அப்போ வந்து பார்த்தீங்கன்னா நான்வெஜ் வந்து மிலிட்ரின்னுவாங்க. ஸோ ஒன்லி மிலிட்ரி தான் நான்வெஜ் ரொம்ப இது பண்ணுவாங்க சொல்லிட்டு அப்போ வந்து நான்வெஜ்
താങ്ക് യു നല്ല ഫുഡായിരുന്നു ഗൈസ്. അപ്പം ലൊക്കേഷൻ വന്നിട്ട് ചെന്നൈയിലെ കോയിൽ സ്ട്രീറ്റിലാണ്. അപ്പം മറക്കേണ്ട പേര് ശ്രീ ഗണപതി മിലിറ്ററി ഹോട്ടൽ. ഗൈസ് ഫുഡ് കൊള്ളായിരുന്നു. പക്ഷെ നമ്മൾ കേരളത്തിന് വരുന്നവർക്ക് വലിയ പിടിക്കും തോന്നില്ല. കാരണം ഈ മട്ടൺ ബ്ലഡൊക്കെ പൊതുവെ നമ്മൾ തിന്നുമെന്ന് തോന്നുന്നില്ല. പിന്നെ അവിടുത്തെ കുറച്ച് ടേസ്റ്റേഴ്സ് ഒക്കെ അങ്ങനെയാണ്. അപ്പം അത് നോക്കി വരിക. ഞങ്ങളിത് ബ്ലോഗ് കണ്ടിട്ട് വന്നതാണ്. കുഴപ്പമില്ലായിരുന്നു ഫുഡ്, ആവറേജ്. അപ്പം വരുന്നവർ ജസ്റ്റ് ഒറ്റ തവണ ട്രൈ ഔട്ട് ചെയ്യും. പിന്നെ ചെന്നൈയിലുള്ളവർക്ക് ആണെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ. എന്തായാലും ഫുള്ളും അല്ല നല്ലതായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. 2-3 എണ്ണം ഞാൻ കഴിച്ചിട്ടില്ല. മട്ടനൊന്നും ഞാൻ കഴിച്ചില്ല, കാരണം എനിക്ക് ഇഷ്ടമല്ല മട്ടൻ. അതുകൊണ്ട് ഞാൻ മട്ടൻ കഴിച്ചിട്ടില്ല. പക്ഷേ കഴിച്ചതൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ കഴിച്ചതൊക്കെ കുഴപ്പമില്ലായിരുന്നു.